അയൽവാസികളെ ബഹുമാനിക്കുന്ന, അയൽവാസികളെ സ്നേഹിക്കുന്ന ആളുകൾക്കുള്ള പ്രതിഫലങ്ങൾ അത് പറയുകയാണെങ്കിൽ അതിന് തന്നെ വേണം ഒരു ദിവസം ഒന്നായിട്ട്. അത്രയും മഹത്വങ്ങളുണ്ട്. അയൽവാസികളെ കാണുമ്പോ ഒന്ന് മുഖത്തോട് മുഖം നോക്കി ഒന്ന് പുഞ്ചിരിച്ചാൽ തന്നെ വലിയ ഹൈറാണ്. ഒന്ന് സന്തോഷത്തോടെ നമ്മളോട് നമ്മളെ കുട്ടി പറയണം, ഉമ്മ നമ്മളെ അയൽവക്കത്തെ വീട്ടിലെ ആ ടാങ്ക് നിറഞ്ഞൊലിച്ചു പോകുന്നുണ്ട്, ഒന്ന് ഫോണിൽ ഒന്ന് നെക്കിയിട്ട് ഒന്ന് വിവരം അങ്ങോട്ട് അറിയിക്കണം, അവരെ അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. അത് പ്രശ്നാക്കണ്ട മോനെ, അവിടെ ഇഷ്ടംപോലെ വെള്ളം കിണറ്റിലുണ്ട്, കുറച്ചങ്ങോട്ട് ഒഴുകിയിട്ട് ആ ടാങ്ക് ഒക്കെ ഒന്ന് വൃത്തിയായിക്കോട്ടെ. നമ്മളെ സന്മനസ്സകരല്ലേ. ഒന്ന് ഫോണും നക്കിയിട്ട് പിന്നെ മോട്ടർ അവിടെ വെള്ളം നിറഞ്ഞു ഒഴുകുന്നുണ്ടല്ലോ, സ്വിച്ച് ഓഫ് ആക്കാൻ മറന്നോ? ആ സുബ്ഹാനല്ലാഹ്, ആ സ്വിച്ച് ഇട്ടത് ഓർമ്മല്ല. പെട്ടെന്ന് ആ വീട്ടിലെ ഉമ്മ അല്ലെങ്കിൽ ഉപ്പ വന്നിട്ട് ആ സ്വിച്ച് ഒന്ന് ഓഫ് ആക്കിയിട്ട് ആ വെള്ളം ഒന്ന് കറക്റ്റ് ആക്കി വെച്ചാൽ എത്ര വലിയൊരു സഹകരണമാണത്, എത്ര വലിയൊരു സഹായമാണത്. നമ്മളെ വീട്ടിന്റെ മുറ്റത്തുകൂടെ പോയൊരു നായ, ആ നായ നേരെ കയറിയത് അയൽക്കാരന്റെ വീട്ടിലെ ഗേറ്റ് അടച്ചിട്ടില്ലായിരുന്നു, നേരെ വരാന്തയിലേക്ക് കയറി ഒന്ന് ചുറ്റി ഇങ്ങനെ കറങ്ങി. നായ അവിടെ കൊണ്ടിങ്ങനെ വാസനിച്ച് ചില ഭാഗത്തൊക്കെ ഇങ്ങനെ അതിന്റെ നാവ് കൊണ്ടിങ്ങനെ നക്കി തുടച്ച് ഒന്നിങ്ങനെ ഇറങ്ങിപ്പോകുമ്പോ കണ്ട നമുക്ക് വലിയൊരു ബാധ്യത ഉണ്ട്, ഉണർത്തലില്ലേ? നമ്മൾ കണ്ടിട്ടും ഉണർത്താതിരുന്നാൽ ആ വീട്ടുകാരുടെ ഇബാദത്ത്, ഏതെല്ലാം തരത്തിലുള്ള ഇബാദത്ത് ഫാസിദാകും, ഒക്കെ നമ്മൾ ഏറ്റെടുക്കണ്ടേ? അയൽക്കാരെന്നവർക്ക് പെട്ടെന്ന് നമ്മൾ പോയി ഉണർത്തേണ്ട ഒരു വിഷയമല്ലേ? നിങ്ങൾ നോക്ക്, ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്, എന്തെല്ലാം വലിയ വിഷയങ്ങളുണ്ട്. നമ്മുടെ അയൽക്കാരൻ, നമ്മുടെ അയൽവക്കത്ത് താമസിക്കുന്ന ആളുകൾക്ക് നമ്മൾ സുരക്ഷയാണ്, നമ്മൾ സഹായിയാണ്, നമ്മളവർക്ക് അഭിമാനമാണ്, നമ്മളവർക്ക് സന്തോഷമാണ്.